അപ്പോൾ നമ്മൾ വിശദമായി ആസ്മയെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ സ്ത്രീകളിൽ എങ്ങനെ ഇത് ബാധിക്കാമെന്നതിനെ പറ്റി ഡോക്ടർ നിത്യ നമ്മളോട് വിശദമായി സംസാരിക്കാം. ഡോക്ടർ നിത്യ, നമുക്ക് ഇപ്പോൾ ആസ്മയെ പറ്റി നമ്മൾ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. പക്ഷേ ഇതെങ്ങനെ ഒരു സ്ത്രീയെ ബാധിക്കാം, ഈ അസുഖം എങ്ങനെ ഒരു സ്ത്രീയെ ബാധിക്കാം? ഇത് പൊതുവെ ആസ്മ ജനറൽ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ തന്നെ അത് സ്ത്രീകളിലാണ് കൂടുതൽ. പക്ഷേ നമ്മൾ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളിലായിരിക്കും ആസ്മ കൂടുതലായി കാണുന്നത്. കുട്ടിക്കാലത്തെ ആൺകുട്ടികളിലും കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ, അതായത് ഒരു അഡോളസൻ്റ് ഏജ്, അതായത് 14-15 വയസ്സ് കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളിലുമായിട്ടാണ് ആൺകുട്ടികളിലുള്ള ആസ്മ കുറഞ്ഞു വരും, പെൺകുട്ടികളിൽ അങ്ങനെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അത് വ്യത്യാസം? ഒരു കാര്യം പറയുന്നത് ലങ്സിന്റെ സൈസിൽ വരുന്ന വ്യത്യാസമാണ്. കാരണം ശ്വാസകോശത്തിന്റെ സൈസിൽ വരുന്നത്. കാരണം ജനിക്കുമ്പോൾ പൊതുവെ പറയുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാളും വലിപ്പം കുറച്ചുകൂടെ കുറവായിരിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാറ്റേൺ തന്നെ ആ ഒരു ചൈൽഡ്ഹുഡിലും മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ട്. പക്ഷേ അഡോളസൻസ് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ചെസ്റ്റ് കപ്പാസിറ്റിയും കുറച്ചുകൂടെയൊക്കെ വികസനം വരുന്നുണ്ട്. അതുകൊണ്ട് ആയിരിക്കാം ഇതൊരു പോസ്റ്റ്ലേറ്റ് മാത്രമാണ്, അതുമായിരിക്കാം എന്നുള്ളൊരു കാരണം മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പം അതിനകത്ത് ഹോർമോണൽ ഇൻഫ്ലുവൻസും ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെൻസസ് ആയിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? മെൻസസ് ആയിട്ടും റിലേഷൻ ഉണ്ട്. കാരണം ചിലർക്ക് ഇതിപ്പോൾ ഒരു കാറ്റാമിനിയൽ ആസ്മ എന്നുള്ളൊരു കാറ്റാമിനിയൽ, അതായത് ഈ മെൻസസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആസ്മ. പക്ഷെ അതത്ര കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളതല്ല, വളരെ റെയറായിട്ട് കാണുന്നതാണ്. ഈ ആസ്മ പ്രഗ്നൻസി എങ്ങനെ ബാധിക്കും? പ്രഗ്നൻസിയിൽ പൊതുവേ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ 1/3 ആൾക്കാർ പെൺകുട്ടികൾക്ക് ആസ്മ കൂടാൻ സാധ്യതയുണ്ട്. ഒരു 1/3 അതേപോലെ തന്നെ നിൽക്കും, 1/3 ആസ്മ കുറയുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു ശതമാനത്തിന് ആസ്മ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിപ്പോൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ അയ്യോ മരുന്നൊന്നും കഴിക്കരുതല്ലോ എന്നുള്ളൊരു ധാരണയിൽ മുടക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ ഇൻഹേലർ ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും ഇൻഹേലർ നിർത്തിയിട്ടായിരിക്കും പലരും. നമ്മൾ ആദ്യത്തെ 3 മാസങ്ങൾ പല മരുന്നുകളും ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഇൻഹേലറിന് അങ്ങനെ വല്ല പ്രശ്നം? ഇൻഹേലർ നമുക്ക് ഈ സമയത്ത് സേഫ് ആയിട്ട് കൊടുക്കാവുന്ന ഇൻഹേലറുകളാണ്. കുട്ടികളിലേക്ക് എത്തുന്നില്ല. ഇനി എത്തിയാൽ തന്നെ യാതൊരു ദോഷവും ഇല്ലാത്ത, മിനിമൽ എമൗണ്ട് എത്തിയാൽ പോലും യാതൊരു ദോഷവും ഇല്ലാത്തതായിട്ടുള്ള മരുന്നുകളാണ്. ധൈര്യമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കാം. മറ്റെന്തെങ്കിലും കുഴപ്പം ആസ്മ കാരണം പ്രഗ്നൻസി തടസ്സപ്പെടാനോ അല്ല പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത? അതൊരു ആസ്മ അൺകൺട്രോൾഡ് ആകുമ്പോഴാണ് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. അതായത് കുട്ടിയുടെ വളർച്ച കുറവുണ്ടാവാം, ബാക്കി പ്രഷർ കൂടാം, അങ്ങനെയുള്ള ബാക്കി പല പ്രശ്നങ്ങളും ആസ്മ അൺകൺട്രോൾഡ് ആയിരുന്നാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആസ്മ അല്ലാതെ പ്രഗ്നൻസി സമയത്ത് ശ്വാസമുട്ടലിന് മറ്റു പല കാരണങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ആസ്മയാണെന്ന് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ആസ്മയാണെന്ന് കണ്ടുപിടിക്കാൻ മാർഗങ്ങൾ? മിക്കവാറും തന്നെ അവർക്ക് ഒരു ചെറുപ്പത്തിൽ ഒരു ആസ്മയുടെ ഹിസ്റ്ററി കുട്ടിക്കാലത്തുണ്ടാവും, അത് തുടർന്നിട്ടുള്ളതുണ്ടാകാം. പിന്നെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളതുണ്ടോ നമ്മൾ നേരത്തെ സംസാരിച്ചു, അത് പ്രഗ്നൻസിയിലും ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് അല്ലേ? നമ്മളിപ്പോൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെയുള്ള ഗൈഡ് ലൈൻസ് നോക്കിയാൽ ആ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാമെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ നമ്മളൊരിക്കൽ PFT ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, PFT ചെയ്യാനായിട്ട് കുറച്ച് എഫേർട്ട് വേണം, നല്ലൊരു എഫേർട്ട് വേണം. അപ്പോൾ ആ ഒരു എഫേർട്ട് ഈ ഒരു പ്രഗ്നൻസിയിൽ എടുക്കാൻ പറ്റുമോ? മിക്കവർക്കും പറ്റാറില്ല. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ആ ഒരു PFTയെ അധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല ഈ പ്രഗ്നൻസിയിൽ. പലപ്പോഴും പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, അപ്പോൾ എക്സ്റേ എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ആസ്മയുടെ കാര്യത്തിൽ നമ്മൾ മറ്റു പല കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്യാനാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും കാരണം നമ്മൾ ഈ കൊടുത്ത മരുന്നുകൾക്കൊന്നും ഒരു ഒരു വിധത്തിലും പ്രതികരിക്കുന്നില്ല എന്നതാണെങ്കിൽ ഒരു അബ്ഡോമിനൽ ഷീൽഡ് വെച്ചിട്ട് എക്സ്റേ എടുക്കാവുന്നതാണ്, കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ അതും ചെയ്യുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ മാത്രമേ ചെയ്യൂ. നമ്മൾ പേഷ്യന്റിനെ ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷനും വെച്ചിട്ട് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിലും ഭയങ്കര ഡേഞ്ചറസ് അല്ല എന്നാണ്. ഡേഞ്ചറസ് അല്ല, പക്ഷെ നമുക്ക് കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസിയെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും കാര്യം ഞങ്ങളോട് വിശദമായി സംസാരിച്ചത് നന്ദി ഡോക്ടർ. പ്രഗ്നൻസിയിൽ ആസ്മ എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു, അത് എങ്ങനെയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതിനെ പറ്റി ഡോക്ടർ നിത്യ വളരെ ഭംഗിയായി സംസാരിച്ചു.